السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. صلى الله عليه وسلم على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. اللهم اجعلنا من عباد الله الصالحين واغفر لنا ولوالدينا ولجميع المسلمين. പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ പാഠത്തുനിന്ന് കുറച്ച് ഭാഗത്ത് ബാക്കിയുണ്ട്. മുമ്പ് അടിമയായിരുന്ന ഒരാൾ വിവാഹത്തിന് അടിമക്കും സ്വതന്ത്രനും ചില നിയമങ്ങൾ വ്യത്യാസമുണ്ടല്ലോ. അടിമക്ക് ചില നിയന്ത്രണങ്ങളുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞു, എന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനയാൾ ഇല്ല എന്ന് കോടതിയിൽ വരികയാണെങ്കിൽ അതിന് സാക്ഷികളെ വെച്ചിട്ട് അയാൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. വലാ യുസദ്ദഖു മുദ്ദഇ ഇത്ഖിൻ മിൻ അബ്ദിൻ ഔ അബ്ദിൻ അമത്തിൻ. അടിമയാവട്ടെ, അടിമ സ്ത്രീ ആവട്ടെ, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട് എന്ന വാദം തർക്കത്തിന് വന്നാൽ കോടതി സ്വീകരിക്കുകയില്ല. ഇല്ലാ ബിൽ ബയ്യിനത്തിൽ മുഅ്തബറത്തി, പരിഗണനീയമായ സാക്ഷികളുടെ അടിസ്ഥാനത്തിലല്ലാതെ. അല്ലാത്തി ബയാനുഹാ ഫീ ബാബി ഷഹാദ, അത് ഷഹാദത്തിൻ്റെ പാഠത്തിൽ അതിൻ്റെ വിശദീകരണം വരുന്നുണ്ട്. ഷഹാദത്ത് കോടതിയിലെ സാക്ഷ്യം വഹിക്കുന്നതിനെക്കുറിച്ചുള്ള പാഠമാണ്. ഇനി ഒരാൾ ഞാൻ സ്വതന്ത്രനാണ്, അടിമയായിട്ടില്ല, ആദ്യമേ സ്വതന്ത്രനാണ് എന്ന് വാദിച്ചാലോ? അവിടെ വസുദ്ദിഖ മുദ്ദഇ ഹുർറിയത്തിൻ അസ്വാലത്തൻ, ആദ്യമേ സ്വതന്ത്രനായിരുന്നു എന്ന് വാദിക്കുന്നവൻ്റെ വാദം സ്വീകരിക്കപ്പെടും. പക്ഷെ അവിടെയും തർക്കമുണ്ടെങ്കിൽ ബിയമീനിൻ, അവന് കോടതിയിൽ സത്യം ചെയ്യണം. അങ്ങനെ സ്വീകരിക്കപ്പെടാൻ മറ്റൊരു ഷർത്തും കൂടെ ഉണ്ട്. മാലം യസ്ബഖ് ഇഖ്റാറും ബിർഖിൻ, അടിമയാണ് എന്ന് മുമ്പ് സമ്മതിക്കാതിരിക്കണം. മുമ്പ് അടിമയായിരുന്നു എന്ന് സമ്മതിച്ച ആളാണെങ്കിൽ പിന്നെ ഇത് മതിയാവില്ല. ഔലം യസ്ബുത്ത്, അല്ലെങ്കിൽ അടിമയാണ് എന്ന് സ്ഥിരപ്പെടാതിരിക്കണം. അടിമയാണ് എന്ന് മുമ്പ് സ്ഥിരപ്പെടാതിരിക്കുകയോ അടിമയാണ് എന്ന് ഇഖ്റാർ സമ്മതിച്ച് പറയുകയോ ഖാദിയോട് സമ്മതിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ സത്യം ചെയ്താൽ മതിയാകും. ലിഅന്നൽ അസ്ല അൽ ഹുർറിയത്തു, കാരണം അസ്ല് സ്വതന്ത്രനാവുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിന് പ്രത്യേക തെളിവൊന്നും വേണ്ട, സത്യം ചെയ്താൽ മതി. ഇനി കഫാത്തുമായി, ഭർത്താവിന് കുഫുവിനോടെ കെട്ടിക്കാൻ പറ്റുള്ളൂ. കുഫ് അല്ലാത്ത ഭർത്താവിനോട് കെട്ടിച്ചാൽ വിവാഹം അസാധുവാകും എന്നങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ എന്താ കഫാത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഈ പാഠം കുറച്ചുകൂടി നേരത്തെ ആവുകയാണെങ്കിൽ ഒന്നുകൂടി സുഖമായിരുന്നു അല്ലേ. ഫസ്ലും ഫിൽ കഫ, ഈ കുഫുവിനോട് കെട്ടിച്ചാൽ നിക്കാഹ് സ്വഹിയാവുമല്ലേ? നിക്കാഹ് സ്വഹിയാണ്, പക്ഷേ അത് സ്ത്രീയുടെയും വലിയൻ്റെയും അവകാശമാണ്. ആ അവകാശമാണെങ്കിൽ അവർക്ക് വേണ്ടാന്ന് വെക്കാം. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചാൽ നിക്കാഹ് സ്വഹിയാകും. കുഫു വേണം എന്ന് പറയുന്നിടത്ത് അതില്ലാതൊക്കെ കെട്ടിക്കുന്ന സാഹചര്യം വന്നാൽ ആ നിക്കാഹ് പൊളിക്കാനും പറ്റും. ഖഫാഅത്ത് വഹിയ മുഅ്തബറത്തും പിൻ നിക്കാഹി, അത് നിക്കാഹിൽ പരിഗണിക്കപ്പെടുന്നതാണ്. വിവാഹബന്ധം ജീവിതം അവസാനിക്കുന്നവരെ കൊണ്ടുപോകാനുള്ളതാണല്ലോ. അപ്പോൾ പരസ്പരം പൊരുത്തുള്ള, യോജിപ്പുള്ള, അനുയോജ്യനായ ഭർത്താവല്ല എങ്കിൽ, ഭാര്യയല്ല എങ്കിൽ വിവാഹത്തിൽ കല്ലുകടി ഉണ്ടാകും. അതൊഴിവാക്കാനാണ് കഫാഅത്ത് പരിഗണിച്ചത്. ഏതൊക്കെ വിഷയത്തിലാണ് കഫാഅത്ത് വേണ്ടത് എന്നാണ് ചർച്ച. മത്തിന് നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വെക്കുക: ലാ ഇകാഫിയോ ഹുറത്തൻ. അപ്പോൾ നിക്കാഹിൽ കഫാഅത്ത് മുഅ്തബറത്തും ബിൻ നിക്കാഹി, നിക്കാഹിൽ പരിഗണിക്കപ്പെടുന്നത് ലാലി സിഹത്തിഹി, നിക്കാഹ് സ്വഹിയാവുന്നതിനല്ല, ബൽ മറിച്ച് ലിഅന്ന ഹഖുൽ മർഅത്തി വലിയി, പെണ്ണിൻ്റെയും വലിയിൻ്റെയും അവകാശമാണ് എന്ന നിലക്കാണ് അതിനെ പരിഗണിക്കപ്പെടുന്നത്. പെണ്ണിൻ്റെയും വലിയിൻ്റെയും അവകാശമാണ് എന്ന രീതിയിലാണ് നിക്കാഹിൽ അതിന് പരിഗണിക്കപ്പെടുന്നത്. അവകാശമായതുകൊണ്ട്
ഫലഹുമ അവർക്ക് രണ്ടുപേർക്കും ഇസ്ഖാത്തുഹ കഫാഅത്ത് വേണ്ട എന്ന് വെക്കാം. ലാ യുകാഫി ഹുറത്തൻ, ഹുറത്തിനോട് കുഫ് ആവുകയില്ല. സ്വതന്ത്ര സ്ത്രീയായ വധുവിനോട് സ്വതന്ത്രനല്ലാത്ത അടിമക്ക് കുഫ് ഉണ്ടാവില്ല. അതുപോലെ വല അഫീഫത്തൻ, സൽവൃത്തിയായ സ്ത്രീയോട്, ഫാസിഖല്ല സ്വാലിഹത്താണ്, ഹറാമ് ചെയ്യാത്ത സൽവൃത്തിയായ സ്ത്രീയോട് ഫാസിഖായ ഭർത്താവിനും കുഫ് ഉണ്ടാവില്ല. അപ്പോൾ സ്വാലിഹത്തായ പെണ്ണിനെ ഫാസിഖായ ഒരാളോട് കെട്ടിച്ചാൽ പറ്റില്ല. വല നസീബത്തൻ, അതുപോലെ അറബിയാവുക, ഖുറൈശിയാവുക, ഹാഷിമിയാവുക, മുത്തലിബാവുക തുടങ്ങിയ കുടുംബത്തിലുള്ള പെണ്ണിനോട് ഈ കുടുംബത്തിലല്ലാത്തവരും കുഫ് ആകൂല. തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട പെണ്ണിന് തങ്ങളായിരിക്കണം ഭർത്താവ്. വല സലീമത്തം മിൻ ഹെറഫിൻ ദനീഅത്തിൻ, താഴ്ന്ന ജോലിയില്ലാത്ത പെണ്ണിനോട് താഴ്ന്ന ജോലിയുള്ളവന് കുഫാകൂല. വല സലീമത്തൻ മിൻ ഹെറഫിൻ, ഹെർഫത്ത് പറഞ്ഞ തൊഴിൽ, ദനീഅത്ത് എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജോലി. നമ്മുടെ സമൂഹത്തിൽ താഴ്ന്ന ജോലി, മുന്തിയ ജോലിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ താഴ്ന്ന ജോലി ചെയ്യുന്ന അതല്ലാത്ത സ്ത്രീ, അഥവാ വാപ്പാനെ നോക്കുക, താഴ്ന്ന ജോലിയല്ല ചെയ്യുന്നത് പെണ്ണിൻ്റെ വാപ്പ എങ്കിൽ ആ പെണ്ണിന് ആര് ഭർത്താവാകാൻ പറ്റില്ല? താഴ്ന്ന നിലവാരം കുറഞ്ഞ നിലയും വരിയില്ലാത്ത ജോലി ചെയ്യുന്ന ഭർത്താവിന് കുഫ് ഉണ്ടാവില്ല. വല സലീമത്തം മിൻ ഐബി നിക്കാഹിൻ, നിക്കാഹിൻ്റെ ഐബില്ലാത്ത പെണ്ണിനോട് കുഫ് ആകൂല. ഉദാഹരണം ഭ്രാന്ത്. ഇപ്പോൾ ഭ്രാന്ത് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിക്കാഹ് ഫസ്ഖയ്യാണോ? ഐബില്ലെങ്കിൽ ഇപ്പോൾ ഭ്രാന്ത് പോലെയുള്ള ഒരു കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെണ്ണിനോ ആണിനോ ഭ്രാന്ത് ഉണ്ടെങ്കിൽ നിക്കാഹ് ഫസ്ഖയ്യാം. അതാണ് നിക്കാഹിൻ്റെ ഐബ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനത്തെ ഐബൊന്നുമില്ലാത്ത സ്ത്രീയോട് ഇത്തരം ഐബുള്ളവരും യോജ്യരല്ല. ഐബിൻ്റെ ഉദാഹരണം ഭ്രാന്ത്. അപ്പോൾ ഭ്രാന്തില്ലാത്തൊരു പെണ്ണിന് ഭ്രാന്തിനോട് കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല. ബുദ്ധിയുള്ളൊരു പെണ്ണിന് ബുദ്ധി കുറഞ്ഞ പുരുഷനോട് കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല. ജുദാമിൻ മുസ്തഹക്കമിൻ, സ്ഥായിയായ കുഷ്ഠം പോലെ. കുഷ്ഠം, ജുദാമ് കുഷ്ഠം, മുസ്തഹക്കം സ്ഥായിയായിട്ടുള്ള കുഷ്ഠം, മുസ്തഹക്കിമ്. വബറസിൻ, അതുപോലെ തന്നെ സ്ഥായിയായ വെള്ളപ്പാണ്ട്. അപ്പോൾ വെള്ളപ്പാണ്ടില്ലാത്തൊരു സ്ത്രീയെ വെള്ളപ്പാണ്ടുള്ളൊരു പുരുഷനോട് കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇനിയൊരു വാർത്ത കാണാം, ഗൈറുൻ. ഈ ഗൈറ് എന്നുള്ളത് ഞാൻ ഇതുവരെ പറഞ്ഞിടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവരല്ലാത്തവർ തുല്യമാകൂല, അല്ലാത്തവർ തുല്യമാകൂല എന്ന്. എല്ലാത്തിനും കൂടെ ഇവിടെ മത്തിൻ്റെ അവസാനം ഗൈറുൻ, ഇതല്ലാത്തവർ തുല്യരാകുന്നതല്ല എന്നാണ്. ഗൈറ് എന്ന് എല്ലായിടത്തും സങ്കല്പിക്കണം. ഉദാഹരണത്തിന് ശ്രദ്ധിക്കുക, ലാ ഇകാഫി ഹുറത്തൻ, തുടക്കത്തിൽ ഫസ്ലുൻ, സ്വതന്ത്ര സ്ത്രീയോട് തുല്യനാവുകയില്ല, കുഫ് ആവുകയില്ല. ഗൈറുൻ, സ്വതന്ത്രനല്ലാത്ത പുരുഷൻ. ഇനി ബാക്കിയുള്ളിടത്തൊക്കെ ഒര അഫീഫത്തൻ, അഫീഫത്തിനോട് യോജിക്കുകയില്ല. ഗൈറുൻ, അഫീഫത്തല്ലാത്ത പുരുഷൻ. നസീബത്തിനോട്, തറവാടിത്തമുള്ള സ്ത്രീയോട് തുല്യമാവുകയില്ല, യോജിക്കുകയില്ല. ഗൈറുൻ, തറവാടിത്തമില്ലാത്തവൻ. ഇങ്ങനെ എല്ലായിടത്തും കൂടെയാണ് ഗൈറുൻ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. വലാ യുഖാബലു ബഅ്ളുഹാ ബിബഅ്ളിൻ. അടുത്ത മത്തിനാണ്. ഈ ഗുണങ്ങളിൽ നിന്ന് ചിലതിനെ മറ്റു ചിലത് കൊണ്ട് പരിഹരിക്കപ്പെടുന്നതല്ല. പെണ്ണിലൊരു കുറവുണ്ട്, ആണിൽ വേറെ കുറവുണ്ട്.
മികവുണ്ട്, അത് പരിഹാരമല്ല. ഓരോന്നും വേറെ വേറെ തന്നെ പരിഗണിക്കണം. ഇപ്പോൾ സ്വതന്ത്ര സ്ത്രീയോട് സ്വതന്ത്രനല്ലാത്ത ഭർത്താവ് കുഫ്വക്കൂല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അടിമ എന്താണ്? ഈ പെണ്ണെന്താണ്? സ്വതന്ത്രയാണ്, അയാളോ അടിമയാണ്. പക്ഷേ ഇതിനെന്താ പരിഹാരം ഇതെന്നറിയോ? അയാൾ അടിമയാണെങ്കിൽ പോലും അയാൾ മുന്തിയ ജോലി ചെയ്യുന്ന ആളാണ്, പെണ്ണിൻ്റെ വാപ്പയോ താഴ്ന്ന ജോലിയും ചെയ്യുന്ന ആളാണ്. ഇങ്ങനെ പരസ്പരം പരിഹരിക്കപ്പെടുന്നതല്ല. ഒന്നുകൂടെ പറയാം, സ്വതന്ത്ര സ്ത്രീയോട് അടിമ ഒരിക്കലും കുഫാവില്ലല്ലോ. പക്ഷേ ഈ സ്വതന്ത്ര സ്ത്രീ ആരാണ്? സ്വതന്ത്ര സ്ത്രീ ആരാണ്? എന്തോ ഐബുള്ള പെണ്ണാണ്. അയാൾ അടിമയാണെങ്കിലും അയാൾക്ക് ഐബൊന്നുമില്ലാണ്. ഇങ്ങനെ പരിഹരിക്കാൻ പറ്റുമോ? ഒരു സാധനത്തിൻ്റെ കുറവ് മറ്റൊരു ഗുണം കൊണ്ട് പരിഹരിക്കാൻ പറ്റുമോ? അത് പരിഹരിക്കപ്പെടുന്നതല്ല. വലാ യുഖാബുൽ ബഅ്ദുഹ, കഫാഅത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് ചിലതിനെ വിവാദത്തിന് മറ്റു ചിലത് കൊണ്ട് പരിഹരിക്കപ്പെടുന്നതല്ല. അപ്പോൾ ഹുറത്തിന് അടിമ എന്താവില്ല, കുഫ് ആവില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഹുറത്ത് ഫാസിഖത്താണ്, അടിമയോ നല്ല സൽവൃത്തനാണ്. പരിഹാരമാവോ? അത് പരിഹരിക്കില്ല. ഹുറത്ത് അബിദ് എന്നുള്ളത് വേറെ തന്നെ പരിഗണിക്കണം. ഹുറത്തിന് ഒരിക്കലും അബിദ് എന്താവില്ല, കുഫ് ആകൂല. സ്വതന്ത്ര സ്ത്രീ അടിമ കല്യാണം കഴിക്കാൻ പറ്റില്ല. അത് അയാളിലിഞ്ഞ് ഇഫത്ത് എന്ന് പറയുന്ന ഒരു ഗുണമുണ്ട്, അവളിൽ ആ ഗുണമില്ല എന്നതുകൊണ്ട് അതിന് പരിഹാരമല്ല. ഇനി കുഫിൻ്റെ കാര്യം പറയാം. വൈസബ്ബിജുഹാബി ഗൈരി കുഫിൻ, കുഫ് അല്ലാത്ത പുരുഷനോട് അവളെ കെട്ടിക്കാം. വലിയന് കെട്ടിക്കാം. ലാ ഖാദിന്, ഖാദിക്ക് പറ്റില്ല, വലിയന് വേണമെങ്കിൽ കെട്ടിക്കാം. പക്ഷെ നിബന്ധന എന്താണ്? ബിരിളാ കുല്ലിൻ, എല്ലാവരുടെയും തൃപ്തി വേണം. അവളെ തൃപ്തി വേണം, വലിയൻ്റെ തൃപ്തി വേണം. കുറേ വലിയകളുണ്ടെങ്കിൽ, ഇപ്പോൾ സഹോദരങ്ങളൊക്കെ ആണെങ്കിൽ അവരെല്ലാവരുടെയും തൃപ്തി വേണം. ഖാദിക്ക് പിന്നെ കുഫിനോട് മാത്രമേ കെട്ടിക്കാൻ പറ്റൂ. ഇനി തൃപ്തി ഉണ്ടെങ്കിൽ പോലും കുഫിനോട് മാത്രമേ ഖാദിക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ പറ്റൂ. പക്ഷേ വ്യഭിചാരമൊക്കെ പേടിക്കുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ കുഫ് അല്ലാത്ത ഒരാളോടും കെട്ടിക്കട്ടോ. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകാറില്ലേ, പെണ്ണും ആണൊക്കെ ഒളിച്ചോടി കുടുംബത്തിനെ നാറ്റിച്ചു. ഇതിനെ വലിയൊരു നാറ്റക്കഥ വേറെ അല്ലല്ലോ. അങ്ങനെ വാപ്പ പറഞ്ഞു, ഞാനൊരിക്കലും ഇത് തയ്യാറല്ല, വേണ്ട വൈക്ക് പോയിക്കോട്ടെ കയറും. അപ്പോൾ അവൾ ഖാദിനെ സമീപിച്ചു. ഖാദിനെ സമീപിച്ച് കഴിഞ്ഞാൽ പിന്നെ ഖാദിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. വാപ്പ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ഖാദിക്കാണല്ലോ അധികാരം. അപ്പോൾ കുഫ് ആണോ നോക്കി. കുഫ് ആണെങ്കിൽ ഖാദി കെട്ടിക്കാം. ഒരഭിപ്രായം ഉണ്ട്, ഇവർ തമ്മിൽ ഒളിച്ചോടിയതല്ലേ, ഒന്നിച്ച് താമസിക്കല്ലേ, വിചാരം പേടിക്കുന്നൊരു സാഹചര്യമാണല്ലോ. അപ്പോൾ ഇവനേതോ ഒരു കോന്തനാണ്, ഇവിടെ വലിയ തറവാട്ടുള്ള പെണ്ണാണ്. പക്ഷെ പ്രേമം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് കണ്ണും കാതൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ 4 ദിവസം കഴിയുമ്പോഴാണല്ലോ, കുറച്ച് കഴിയുമ്പോഴാണല്ലോ ഒക്കെ മനസ്സിലാവുക. അത് കെട്ടിച്ച് കൊടുക്കാം എന്നൊരു അഭിപ്രായം കൂടെ ഉണ്ട്. ഇതൊക്കെയാണ് ഖിയാറുമായി കഫാഅത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. കഫാഅത്ത് എന്ന് പറയുമ്പോഴേ വലം യകുൻ ലഹു കുഫുഅൻ അഹദ് എന്ന് പറയാറില്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തുല്യനില്ല എന്ന്. കുഫ് അതാണ് കഫാഅത്ത്. കുഫ് എന്നൊക്കെ പറഞ്ഞാൽ തകാഫ എന്ന് പറയും. തകാഫ അവർ രണ്ടുപേരും തുല്യരായി. അപ്പോൾ തുല്യൻ എന്നാണ്. നളീർ, മസീൽ എന്നാണ്. അപ്പോൾ പെണ്ണിനോട് തുല്യനാകണം ഭർത്താവ്, തുല്യനായ ഭർത്താവായിരിക്കണം എന്നാണ് കഫാഅത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. വലം യകുൻ ലഹു കുഫുവൻ അഹദ്. കുഫു അപ്പോൾ ലാ യുകാഫി ഹുറത്തൻ അസ്ലിയത്തൻ വതീഖത്തൻ, അസ്ലിയായ അല്ലെങ്കിൽ അതീഖത്തായ ഹുറത്തിനോട് തുല്യനാവുകയില്ല
വലാമല്ലം യമസ്സഹർ റിഖു, അടിമത്തം സ്പർശിക്കാത്ത സ്ത്രീയോടും, ഔ ആബാഹ, അല്ലെങ്കിൽ അവരുടെ പിതാക്കളോട് എന്തായിട്ടില്ല, പിതാക്കളെ അടിമത്തം സ്പർശിച്ചിട്ടില്ല, ഔവിൽ അഖ്റബൈലിഹ, അല്ലെങ്കിൽ അവളിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പിതാവിനെ സ്പർശിച്ചിട്ടില്ല, മിൻഹും, ആ പിതാക്കളിൽ നിന്ന് അവളിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പിതാവിനെ അടിമത്തം സ്പർശിച്ചിട്ടില്ല, അങ്ങനെയുള്ള സ്ത്രീയോട് തുല്യനാവുകയില്ല, കുഫ് ആവുകയില്ല, ഖഫാഅത്ത് ആവുകയില്ല, വൈറുഹ, ഇത്തരം ഗുണങ്ങളില്ലാത്ത ഭർത്താവ്, അതായത് ബിഅൻലായകൂന മിസ്ലഹ, അവളെ പോലെ ആവാതിരിക്കുക, ഫീദാലിക, ഈ വിഷയത്തിൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രകാരം അവളെ ഒന്നാമത്തെ വാപ്പ അടിമയായിരുന്നു, അവളെ രണ്ടാമത്തെ വാപ്പ അടിമയായിരുന്നു. ഭർത്താവിൻ്റെയോ ഈ വരൻ്റെയോ ഒന്നാമത്തെ വാപ്പയാണ് അടിമയായതെങ്കിൽ കുഫ് ആവില്ല, കാരണം തുല്യമായിട്ടില്ല. പിതാവ് ഇവിടുത്തെ ഒന്നാമത്തത് അടിമയാകുക എന്നുള്ളത് ബോറാണല്ലോ. രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെയോ ഒക്കെ അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ഒരാളുടെ സ്ഥാനം കൂടുമല്ലോ. ബിഅൻലായകൂന വലാ അസ്റലി മസ്ജിദ് യഖ്ഫിലും, ഉമ്മമാർക്ക് അടിമത്തം ഉണ്ടാകുന്നതിന് ഇവിടെ സ്വാധീനമില്ല. ലാ ഇക്കാഫി ഹുറത്തൻ അസ്ലിയത്തൻ, അസ്ലിയായ ഹുറത്ത്, ഔ അതീഖത്തൻ, അല്ലെങ്കിൽ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട സ്വതന്ത്ര സ്ത്രീ, അവളോട് തുല്യമാവുക. വലാമൻ, ഒരു സ്ത്രീയോടും, ലം യമസ്സഹ, അവളെ സ്പർശിച്ചിട്ടില്ല, അരിഖു, അടിമത്തം, അല്ലെങ്കിൽ അവൾക്ക് അടിമത്തനായിട്ടില്ല, അല്ലെങ്കിൽ അവൾ പിതാക്കൾക്ക്, അവിൽ അഖ്റബ ഇലൈഹ മിൻഹും, അല്ലെങ്കിൽ പിതാക്കളിൽ നിന്ന് അവളിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പിതാക്കളെ അടിമത്തം സ്പർശിച്ചിട്ടില്ല, അങ്ങനെയുള്ള സ്ത്രീയോട് തുല്യത ഉണ്ടാവുകയില്ല. വൈറുഹ, ഇവരല്ലാത്തവർക്ക്, ഇങ്ങനെയൊന്നും അല്ലാത്ത ഗുണത്തിലുള്ള ഭർത്താവിന് തുല്യത ഉണ്ടാവുന്നതല്ല, യോജിപ്പുണ്ടാവുന്നതല്ല എന്ന്. ഇനി അഫീഫത്തിൻ്റെ വിഷയമാണ്. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.